ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തിന് എന്നും മഹത്വമുണ്ടാകട്ടെ. യെശയ്യാ പ്രവാചക പുസ്തക പഠനത്തിൻ്റെ 23-ാമത്തെ അവതരണത്തിലാണ് നാം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. യെശയ്യാ പ്രവാചക പുസ്തകം പഴയ നിയമത്തിലൊരു പുസ്തകമാണെങ്കിലും വലിയ പ്രവാചകന്മാരുടെ കൂട്ടത്തിലെ ആദ്യത്തെ പുസ്തകം 66 അധ്യായങ്ങളുള്ള പുസ്തകം. പക്ഷെ ആ പുസ്തകത്തിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾ ഒരു പുതിയ വിശ്വാസിയെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. മുന്നെഴുതിയിരിക്കുന്നതൊക്കെയും നമുക്ക് ഉപദേശത്തിനായിട്ടും പ്രത്യാശ ഉളവാകുന്നതിനാണെന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ ഈ പഠനം ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിൽ പുതിയ നിയമ പശ്ചാത്തലത്തിൽ വേണം അത് ഉൾക്കൊള്ളുവാനായിട്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ 11-12 അധ്യായങ്ങളാണ് ഇപ്പോൾ നമ്മുടെ പഠന വിഷയം. 11-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 9 വാക്യങ്ങളിൽ ഒരു പുതിയ ഭരണാധികാരിയെ അവതരിപ്പിച്ചു. ദൈവജനത്തിൻ്റെ നടുവിൽ വരാനിരിക്കുന്ന ഒരു പുതിയ ഭരണാധികാരി. ആ ഭരണാധികാരി അസാധാരണമായൊരു ഭരണാധികാരിയാണ്, അസാധാരണമായൊരു രാജാവാണ്, ഒരു ഭരണാധികാരിയാണ്, വാഴുന്നവനാണ്. ആ വ്യക്തി കടന്നു വരുന്നത് യിശ്ശായിയുടെ കുറ്റിയിൽ നിന്നാണ്, അതായത് ദാവീദിൻ്റെ വംശാവലി. തകർന്നും മനം തകർന്നും തളർന്നും ഇരിക്കുന്ന ജനത്തിന് പ്രത്യാശയും ആശ്വാസവും നൽകുന്ന വ്യക്തിയാണ് ഈ പുതിയ ഭരണാധികാരി, ഈ പുതിയ രാജാവ്. ഇത് മശിഹാ പ്രവചനമാണ്. വരാനിരിക്കുന്ന ദൈവം ലോകത്ത് നൽകുന്ന തൻ്റെ പ്രിയപ്പെട്ട രാജാവിൻ്റെ, അഭിഷിക്തനായ രാജാവിനെ കുറിച്ചുള്ള പ്രവചനമാണ്. നാം കണ്ടു ദാവീദിൻ്റെ വംശാവലി. ഈ വംശാവലിയിൽ നിന്ന് വരുന്നതായ ഈ മുള, ആ മുളയെക്കുറിച്ച് വിവരിക്കുമ്പോൾ നൽകുന്ന ചിത്രം മനോഹരമാണ്. പ്രധാനമായിട്ട് യഹോവയുടെ ആത്മാവ് അവനിൽ ആവസിക്കും. ആ വ്യക്തി പൂർണ്ണമായും ദൈവ നിയന്ത്രണത്തിലുള്ള വ്യക്തിയാണ്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെട്ട, അളവില്ലാതെ ആത്മാവ് ലഭിക്കുന്ന വ്യക്തിയാണ്. മാത്രമല്ല, ആ വ്യക്തിയിൽ നിറയുന്ന ആത്മാവിനെക്കുറിച്ച് ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെയും യഹോഭക്തിയുടെ ആത്മാവ് തന്നെ. ഇത് മനോഹരമായ ഒരു വാക്യം 3-ാം വാക്യത്തിൽ കാണാം. അവൻ്റെ പ്രമോദം യഹോവ ഭക്തിയിലായിരിക്കും. ദൈവത്തോടുള്ള ഭയം, ബഹുമാനം, ആദരവ് ഇത് നിറഞ്ഞ ഒരു വ്യക്തിയാണ്. അവ ആനന്ദിക്കുന്നത്, ഈ വ്യക്തിയുടെ ആനന്ദം, സന്തോഷം, ഉല്ലാസമെല്ലാം ദൈവത്തുള്ള ഭക്തിയിൽ, സ്നേഹത്തിലായിരിക്കുമെന്ന് വ്യക്തമായി കാണിക്കുകയാണ്. ഇതിൽ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയാണ്. തുടർന്ന് ആ വ്യക്തിയുടെ ഭരണത്തിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് കണ്ടു. സമാധാനം. പ്രകൃതിപരമായിട്ട് ശത്രുക്കളായിരിക്കുന്ന, കണ്ടാൽ കടിച്ചു കീറുന്നതായ മൃഗങ്ങളെ അവതരിപ്പിച്ചു. ചെന്നായും കുഞ്ഞാടും പുള്ളിപ്പുലിയും കോലാട്ടുകുറ്റിയും പശുക്കിടാവും ബാലസിംഹവും പാമ്പും കരടിയും കുട്ടികളും, ഇതൊക്കെ കാളകളെക്കുറിച്ചുമൊക്കെ പറഞ്ഞു. ഇതെല്ലാം ഒരുമിച്ച് വസിക്കുന്നു. ഭൗതികമായിട്ട്, അക്ഷരികമായിട്ടല്ല, ആലങ്കാരികമായിട്ടാണ് ഈ ഭരണാധികാരിയുടെ കീഴിൽ നീതിയിനായി നടപ്പിലാക്കുന്ന, വിശ്വസ്തയോടെ എല്ലാ കാര്യങ്ങളും നിറവേറ്റപ്പെടുന്ന ഈ ഭരണാധികാരിയുടെ കീഴിൽ ഭൂമി ഇതുവരെ കണ്ടിട്ടില്ലാത്ത സമാധാനം. ഇത് ദൈവമക്കളുടെ നടുവിൽ, യഥാർത്ഥ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ നടുവിൽ, സഹോദരങ്ങളെ ഒത്തൊരുമിച്ച് വസിക്കുന്ന ദൈവമക്കളുടെ നടുവിൽ ആത്മാവിൻ്റെ അനുഗ്രഹമായ സമാധാനത്തെക്കുറിച്ചാണ്. ഇത് കർത്താവ് യേശു എന്ന രാജാവ് ഹൃദയത്തിൽ വാഴുന്ന ജീവിതങ്ങൾക്കുള്ളതാണ്. പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിരാശ ഉളവാക്കുന്ന അവസ്ഥകളും ഇല്ല എന്നല്ല. അതിൻ്റെ നടുവിലാണ് എന്താണ് യഥാർത്ഥ സമാധാനം. അത് ആരാണ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്? ഈ ചുക്കാൻ ആരുടെ കയ്യിലാണ്? ഈ ഭരണശിരാ കേന്ദ്രം നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഭരണം നിയന്ത്രിക്കുന്ന ആരുടെ കൈകളിലാണെന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് നമുക്കത് ഉണ്ടാകുക. അതുകൊണ്ടാണ് കർത്താവ് ഒരിക്കൽ കാണിച്ചു തന്നത്. താൻ പടകിലുണ്ടായിട്ടും താൻ അവിടെ കിടന്നുറങ്ങുകയാണ്. ജീവിതമാകുന്ന പടകിൻ്റെ നിയന്ത്രണം കർത്താവിനാണ്. പക്ഷെ ശിഷ്യന്മാർ പേടിച്ച് നിലവിളിക്കുകയാണ്, ഭയപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതം കർത്താവിൻ്റെ കൈകളിലാണെങ്കിൽ നമുക്ക് സ്വസ്ഥതയും സമാധാനം ഉണ്ടാകും. അതുകൊണ്ട് ക്രിസ്തുവരെ സാഹസിച്ച്, നിങ്ങൾ അല്പവിശ്വാസികളാണ്. കർത്താവ് യേശുവിനോട് ചെയ്യാൻ സ്നാനമേറ്റു, ദൈവത്തിൻ്റെ ആത്മാവ് പ്രാപിച്ചെന്ന് പറയും. എന്ത് കണ്ടാലും പേടി, ഭാവിയെക്കുറിച്ചും എല്ലാ വിഷയത്തെക്കുറിച്ചും ഭയം. വാസ്തവത്തിൽ വിശ്വാസിയാണോ? ഇതാണ് ചോദ്യം. ഇപ്പം ഇവിടെ നമ്മൾ കാണുന്നതാണ്. ഇനി നമ്മൾ 11-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 16 വാക്യങ്ങളിലേക്ക് നമ്മൾ തിരിയുമ്പോൾ, അവിടെ 11-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 16 വരെ നമുക്ക് നോക്കുമ്പോൾ പെട്ടെന്നൊന്ന് വായിക്കാൻ ചില വാക്യങ്ങൾ. അന്നാളിൽ വംശങ്ങൾക്ക് കൊടിയായി നിൽക്കുന്ന യിശ്ശായി വേരായവനെ ജാതികൾ അന്വേഷിച്ചു വരും. അവൻ്റെ വിശ്രാമ സ്ഥലം മഹത്വമുള്ളതായിരിക്കും. അന്നാളിൽ കർത്താവ് തൻ്റെ ജനത്തിൽ ശേഷിച്ചിരിക്കുന്ന ശേഷിപ്പിനെ അസൂരിൽ നിന്നും മിസ്രൈമിൽ നിന്നും പത്രോസിൽ നിന്നും കൂശിൽ നിന്നും, പത്രോസ് സ്ഥലത്തിൻ്റെ പേരാണ്,
കൂശിൽ നിന്നും ഏലാമിൽ നിന്നും സിനാരിൽ നിന്നും ഹാമാത്തിൽ നിന്നും സമുദ്ര ദ്വീപുകളിൽ നിന്ന് വീണ്ടുകൊള്ളുവാൻ 2-ാം പ്രാവശ്യം കൈനീട്ടും. അവൻ ജാതികൾക്കൊരു കൊടി ഉയർത്തി ഇസ്രയേലിൻ്റെ ഭ്രഷ്ടന്മാരെ ചേർക്കുകയും യഹൂദയുടെ ചിതറിപ്പോയവരെ ഭൂമിയുടെ 4 ദിക്കിൽ നിന്ന് ഒന്നിച്ചു കൂട്ടുകയും ചെയ്യും. അപ്പം അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നത് ഒരു കൊടി. അന്നാളിൽ വംശങ്ങൾ കൊടിയായി നിൽക്കുന്ന ഇശ്ശായിയുടെ വേരായവനെ, ഇശ്ശായിയുടെ വേരെന്നാണ് അവതരിപ്പിച്ചത് ഈ രാജാവിനെ ഭരണാധികാരി. ഇശ്ശായിയുടെ വേര്, ഇശ്ശായിയുടെ കുട്ടിയിൽ നിന്ന്, ദാവീദിന്റെ വംശാവലിയിൽ നിന്ന് കടന്നു വരുന്നത്. ഇശ്ശായിയുടെ വേരിൽ നിന്ന് ഉത്ഭവിച്ചവനെ കുറിച്ച് പറയുമ്പോൾ അവനെ ജാതികൾ അന്വേഷിച്ചു. അതൊരു കൊടിയാണ്, അടയാളമാണ്, ജാതികളുടെ ആശ്രയമാണ്. ഇസ്രായേൽ ജനം ദൈവത്തിന്റെ സ്വന്തം ജനം എന്നറിയുന്ന യഹൂദന്മാർക്ക് മാത്രമല്ല കർത്താവ് യേശുവിനെ ദൈവരക്ഷകനായി നൽകിയത്. അവരുടെ മാത്രം പ്രതീക്ഷയും പ്രത്യാശയും അല്ല കർത്താവ് യേശു ക്രിസ്തു, ജാതികളുടെ പ്രത്യാശയും പ്രതീക്ഷയുമാണ്. അത് പൗലോസ് അപ്പോസ്തലൻ റോമർക്കെതിരെ ലേഖനം 15-ാം അധ്യായത്തിന്റെ 9 മുതൽ 12 വരെ യെശയ്യായുടെ ഈ വാക്യവും ഉദ്ധരിച്ചുകൊണ്ട് കൃത്യമായിട്ട് പറയും, കർത്താവ് യേശു ലോകത്തിലെ സകല മനുഷ്യരുടെ രക്ഷകനാണ്. താൻ മരിച്ചത് സകല മനുഷ്യർക്ക് വേണ്ടിയാണ്, യഹൂദന്മാർക്ക് വേണ്ടിയല്ല, യഹൂദന്മാർക്ക് വേണ്ടി മാത്രമല്ല എന്ന് വേണമെങ്കിൽ പറയാം. തന്നെ വിശ്വസിക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണ്. അത് ഏത് ജാതിയിലും ഏത് വംശത്തിലും ഏത് കുലത്തിലും പെട്ടവരായാലും കർത്താവ് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാൻ മനസ്സുള്ള, ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ചുള്ള ഏവർക്കുമുള്ളതാണ്. ഇവിടെ നിറവ്യത്യാസമില്ല, ജാതി വ്യത്യാസമില്ല, വർഗവ്യത്യാസമില്ല, വർണ്ണവ്യത്യാസമില്ല, വിദ്യാഭ്യാസ വ്യത്യാസമില്ല, സ്ത്രീ പുരുഷ വ്യത്യാസമില്ല. കർത്താവ് യേശുവിനെ ആത്മാവിൻ്റെ രക്ഷകനായി കാണുന്ന ആർക്കും ക്രിസ്തു രക്ഷകനാണ്. ഭൂമിയിൽ ഭൂരിപക്ഷം പുറജാതികളാണ് അന്നത്തെ കാലത്ത്, അവരുടെ പ്രതീക്ഷയാണ്. അതാണ് ഇവിടെ പറഞ്ഞത്, അവർ തേടി വരും. റോമർ 15-ാം അധ്യായം 9 മുതൽ 12 എന്ന് കേൾക്കാം. ക്രിസ്തു ദൈവത്തിന്റെ സത്യനിമിത്തം പരിച്ഛേദനയ്ക്ക് ശുശ്രൂഷകനായി തീർന്നുവെന്നും ജാതികൾ ദൈവത്തെ അവരുടെ കരണനിമിത്തം മഹത്വീകരിക്കണമെന്ന് ഞാൻ പറയുന്നു. എന്നിട്ട് ചില വാക്യങ്ങൾ കോട്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് ഞാൻ ജാതികളുടെ ഇടയിൽ നിന്നെ വാഴ്ത്തി നിന്റെ നാമത്തിൽ സ്തുതിപാടും എഴുതിയിരിക്കുന്നുവല്ലോ. മറ്റൊരിടത്ത് ജാതികളെ അവൻ്റെ ജനത്തോട് ഒന്നിച്ച് ആനന്ദിപ്പിരെന്ന് പറയുന്നു. പിന്നീട് സകല ജാതികളുമായുള്ളവരെ കർത്താവിനെ സ്തുതിപ്പിൻ, സകല വംശങ്ങളും അവനെ സ്തുതിക്കട്ടെ എന്നും പറയുന്നു. എന്നിട്ടാണ് യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിന്റെ വാക്യം ഉദ്ധരിച്ചത് റോമർ 15-12. യിശ്ശായിയുടെ വേരും ജാതികളെ ഭരിപ്പാൻ എഴുന്നേൽക്കുന്നതിനുമായവൻ ഉണ്ടാകും, അവനിൽ ജാതികൾ പ്രത്യാശ വയ്ക്കും എന്ന് യെശയ്യാവ് പറയും. ഇതാണ് ദൈവം നൽകിയ പ്രത്യാശ. സകല മനുഷ്യർക്ക് നൽകിയ പ്രത്യാശയാണ് ക്രിസ്തു. അല്ലാതെ ഇസ്രായേലിന്റെ മാത്രം ദൈവം അല്ല, ദൈവം ലോകത്തിലെ സകല മനുഷ്യരുടെയും ദൈവമാണ്. ആ ദൈവമാണ് മനുഷ്യർക്ക് പ്രത്യാശയായി തൻ്റെ പുത്രനെ ക്രിസ്തുവിനെ അവതരിപ്പിച്ചത്. അതാണ് ഇവിടെ യെശയ്യാവ് മുൻകൂട്ടി പറഞ്ഞത്. അവൻ കൈനീട്ട് എല്ലാവരെയും കൂട്ടി വരുത്തും. ഇപ്പൊ ഇവിടെ കൊടി എന്ന് 10-ലും 12-ാം വാക്യത്തിൽ പറയുന്ന ഭാഷയിൽ ഒരേ വാക്ക് തന്നെയാണ്. ജാതികൾ കൊടി ഉയർത്തുമെന്ന് 12-ലും കാണാം. 10-ാം വാക്യത്തിൽ കണ്ട അന്ന് വംശങ്ങൾക്ക് കൊടിയായി, 12-ൽ ജാതികൾക്ക് കൊടിയായി. കൊടിയുടെ അടയാളമാണ്. കൊടി ഇങ്ങനെ ഉയർന്നു നിൽക്കുമ്പോൾ എല്ലാവർക്കും ദൂരെ നിന്ന് കാണാനും കടന്നു വരാനും കഴിയും. കർത്താവ് യേശുവാണ് ദൈവം ഉയർത്തിരിക്കുന്ന കൊടി. നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിൽ മറ്റു ചില പാഠങ്ങളിൽ കണ്ടതുപോലെ യാക്കോബ് കണ്ട ഏണി എന്ന് പറയുന്ന പോലെ ജനങ്ങൾ കടന്നു വരേണ്ടവൻ, ജാതികൾ കടന്നു വരേണ്ടത് കർത്താവ് യേശുവിലേക്കാണ്. യേശുവാണ് രക്ഷകൻ. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമാണ്, ഒരേ എബ്രായ ഭാഷയിൽ വാക്കിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ചിതറിക്കപ്പെട്ട എല്ലാവരും കർത്താവ് ദൈവത്തെ തേടി ജാതികൾ അന്വേഷിച്ചു വരും. വംശങ്ങൾ കൊടിയായി നിൽക്കുന്ന യിശ്ശായിയുടെ വേരാവിനെ ജാതികൾ അന്വേഷിച്ചു വരും. അവൻ്റെ വിശ്രാമ സ്ഥലം മഹത്വമുള്ളതായി. ദൈവത്തിന് കടന്നു വരുമ്പോൾ വിശ്രമം കിട്ടും. അനുഗ്രഹിക്കപ്പെട്ട വിശ്രമം കർത്താവ് യേശുവിൽ വരുമ്പോഴാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരികയെന്ന് ക്രിസ്തു വിളിച്ചവർ. ചരിത്രത്തിൽ നമുക്കറിയാം, BC 586 യഹൂദ പ്രവാസത്തിലേക്ക് പോയി, ബാബിലോണിലേക്ക്. ഇസ്രയേൽ 722 BC അസീറിയയിലേക്ക് പോയി. അങ്ങനെ ചിതറിക്കപ്പെട്ടവരാണ്. അവരെല്ലാവരും മടങ്ങി വരുന്നു. അതായത് ദൈവം വിളിക്കുന്ന, ദൈവത്തിലേക്ക് അന്വേഷിച്ച് കടന്നു വരുന്നു. പ്രത്യേകിച്ച് ബാബിലോണിൽ കടന്നവർ അവർ മടങ്ങി വരുന്ന ചരിത്രം നമുക്കറിയാം. ഒരു 2-3 ഭാഗമായിട്ട് മടങ്ങി വന്നു. എസ്രാ പ്രവാചകന്റെ പുസ്തകത്തിലും നെഹെമ്യാവിന്റെ പുസ്തകത്തിലൊക്കെ നമുക്ക് അതിനെക്കുറിച്ച് കാണാം. അതാണ് ഇവിടെയും പറയുന്നത്. 11-ാം വാക്യം, അന്നാളിൽ കർത്താവ് തൻ്റെ ജനത്തിൽ ശേഷിച്ചിരിക്കുന്ന ശേഷിപ്പിനെ അസീറിയ പട്ടണം, മിസ്രയീം പണ്ട് ഈജിപ്തിൽ നിന്ന് വിടുവിച്ചതുപോലെ മിസ്രയീമിൽ നിന്നും, പത്രോസിൽ നിന്നും, കൂശിൽ നിന്നും, ഏലാമിൽ നിന്നും, സിനാരിൽ നിന്നും, ഹാമാത്തിൽ നിന്നും, സമുദ്ര ദ്വീപുകളിൽ നിന്നും വീണ്ടും ഇവിടെ 2-ാം പ്രാവശ്യം കൈനീട്ടും. അപ്പോൾ പല പ്രാവശ്യമായിട്ട് പല വീണ്ടെടുപ്പുകൾ പ്രപഞ്ചത്തിൽ മനുഷ്യ ചരിത്രത്തിൽ നടന്നിട്ടുണ്ട്. ദൈവമക്കൾ പ്രവാസികളായി പോയ സമയങ്ങളിലെല്ലാം ഇതേവിടെ നടുവിലേക്ക് പ്രവാചകന്മാരെ അയച്ച വീണ്ടെടുത്ത ചരിത്രം നമുക്കറിയാം. അതാണ് ഇവിടെ പരാമർശിക്കുന്നത്. വീണ്ടും കൈനീട്ടുമെന്ന് പറയും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എസ്രായുടെ പുസ്തകം ആദ്യത്തെ 3 അധ്യായങ്ങൾ പഠിച്ചാൽ അവിടെ വ്യക്തമായിട്ട് ബാബിലോൺ പ്രവാസത്തിൽ നിന്ന് 2-3 ഘട്ടമായിട്ടാണ് അവർ കടന്നു വരുന്നത്.
അത് ഇസ്രായേലിന്റെ 3 അധ്യായത്തിൽ കാണാൻ സാധിക്കും. ഈജിപ്തിൽ കടന്നവരെ കടന്നു വന്നതുപോലെ എന്നിവിടെ പരാമർശിക്കുകയാണ്. ഇനി 12-ാമത്തെ അപ്പോൾ അതാണ് മുഴുവൻ വാക്യങ്ങൾ പറയുന്നത്. അവിടെ മറ്റൊരു കാര്യം കൂടെ അവിടെ പറയുന്നത്, പ്രത്യേകിച്ച് 13-14 വാക്യങ്ങളൊന്ന് വായിക്കേണ്ടത് ആവശ്യമാണെന്ന് വായിക്കാം. എഫ്രൈമിന്റെ അസൂയ നീങ്ങിപ്പോകും, യഹൂദയെ അസഹ്യപ്പെടുത്തുന്നവർ ഛേദിക്കപ്പെടും. എഫ്രൈം യഹൂദയോട് അസൂയപ്പെടുകയില്ല, യഹൂദ എഫ്രൈമിനെ അസഹ്യപ്പെടുത്തുകയുമില്ല. അവർ പടിഞ്ഞാറ് ഫെലിസ്ത്യരുടെ മലഞ്ചെരിവിൽ ചാടും, കിഴക്കുള്ളവരൊക്കെയും കൊള്ളയിടും, ഏദോമിന്മേലും മോവാബിന്മേലും കൈവയ്ക്കും, അമ്മോന്യർ അവരെ അനുസരിക്കും. അതായത് വൈരികളായിരുന്നതായ എഫ്രൈമും യഹൂദയും ഇസ്രയേലും യഹൂദയും പൊതുശത്രുവിന് വേണ്ടി ഒന്നിക്കുകയാണ്. പരസ്പരം പോരാടിയവരാണ് ഇവർ രണ്ടുപേരും. പരസ്പരമുണ്ടായിരുന്ന പോരാട്ടം അവസാനിക്കുകയാണ്. എഫ്രൈമിന്റെ അസൂയ നീങ്ങിപ്പോകും, യഹൂദയെ അസഹ്യപ്പെടുത്തുന്നവർ ഛേദിക്കപ്പെടും. അപ്പോൾ എഫ്രൈമും യഹൂദയും, അതായത് ഇസ്രയേലും യഹൂദയും, ഇവർ തമ്മിലുണ്ടായിരുന്ന യുദ്ധം അവസാനിച്ചു. അവർ രണ്ടും ഒരുമിച്ച് നിൽക്കുകയാണ്. ഒരുമിച്ച് നിന്ന് മറ്റുള്ള ഏദോംകാരെയും മൊവാബിനെയും ഫെലിസ്തരെയും മിസ്രയീം കടലിന്റെ അപ്പുറത്തുള്ള എല്ലാവരെയും നശിപ്പിക്കുന്ന, ശത്രുക്കളെ നശിപ്പിക്കാൻ ഇവർ ഒന്നിച്ചു കൂടും. അപ്പോൾ ദൈവമക്കൾ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ശത്രു തോൽക്കുന്നത്. ദൈവമക്കൾ ഒരുമിച്ച് നിൽക്കണം. വിഭാഗിക്കപ്പെട്ട ശത്രു വിജയിക്കുകയാണ്. ദൈവമക്കൾ എന്നും ഒന്നായിരിക്കണം. അവർ ചിത്രം കൂടി ഇവിടെ കാണാം. 15 യഹോവ മിസ്രയീമിന്റെ കടലിന്റെ നാവിന് ഉന്മൂലനാശം വരുത്തും. അവൻ ഉഷ്ടക്കാറ്റോടുകൂടി നദിയുടെ മീതെ കൈയോങ്ങി അതിനെ അടിച്ച് 7 കൈവരികളാക്കി ചെരുപ്പ് നനയാതെ കടക്കുമാറാക്കും. മിസ്രയീമിൽ നിന്ന് ദൈവം തന്റെ ജനത്തെ വീണ്ടെടുത്ത ചരിത്രത്തെ ഓർമ്മിപ്പിക്കുകയാണ്. അതിന് സമാനമായൊരു വീണ്ടെടുപ്പാണ് പ്രവാസത്തിൽ പോയ, അടിമത്തത്തിൽ പോയ ദൈവമക്കൾ മടങ്ങി വരുവാൻ ദൈവം വഴിയൊരുക്കുമെന്ന് പറയുന്നത്. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട നാളെ ഇസ്രായേലിൽ ഉണ്ടായിരുന്നത് പോലെ അസൂറിൽ നിന്ന് അവൻ്റെ ജനത്തിൽ ശേഷിപ്പിനൊരു പെരുവഴി ഉണ്ടാകും. അപ്പം വിഷയം ഇതാണ്, പ്രവാസത്തിൽ കിടക്കുന്ന, അസൂറിലേക്ക് കിടക്കുന്ന, ബാബിലോണിൽ കിടക്കുന്ന ചിതറിക്കപ്പെട്ട ദൈവമക്കൾക്ക് തിരിച്ചു വരാൻ വഴികൾ തുറക്കുകയാണ് ദൈവം. അതിൻ്റെ 12-ാം വാക്യത്തിൻ്റെ അവസാനം ആദ്യം പറയുന്ന പോലെ ഇതിൻ്റെ കോപം മാറുകയാണ്. അതാണ് 12-ന്റെ ആദ്യത്തെ 6 വാക്യങ്ങൾ. 6 വാക്യങ്ങൾ മാത്രമുള്ള അധ്യായമാണ് യെശയ്യാ 12-ാം അധ്യായം. ഇത് ഇമ്മാനുവിന് വേണ്ടിയുള്ളൊരു സ്തുതിഗീതമാണ്. 12-ാം അധ്യായം നമ്മളൊന്ന് പെട്ടെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ രത്നച്ചുരുക്കം അവസാനം പറയും. 15-ാം അധ്യായത്തിൽ നമ്മൾ നേരത്തെ എൻ്റെ രത്നച്ചുരുക്കം പറഞ്ഞു കഴിഞ്ഞതാണ്. എങ്കിലും 12-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. 6 വാക്യങ്ങൾ മാത്രമുള്ള 12-ാം അധ്യായം. അന്നാളിൽ നീ പറയുന്നത്, അങ്ങനെ ശേഷിപ്പ് മടങ്ങി വരുന്ന പശ്ചാത്തലം. അന്നാളിൽ നീ പറയുന്നത് എന്തെന്നാൽ, യഹോവേ, നീ എന്നോട് കോപിച്ച് നിന്റെ കോപം മാറി, നീ എന്നെ ആശ്വസിപ്പിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഇതാ ദൈവം എൻ്റെ രക്ഷ. യഹോവയെ എൻ്റെ ബലവും എൻ്റെ ഗീതവുമായിരിക്കുകൊണ്ടും അവൻ എൻ്റെ രക്ഷയായി തീർന്നിരിക്കുന്നുണ്ടും ഞാൻ ഭയപ്പെടാതെ ആശ്രയിക്കും. അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ രക്ഷയുടെ ഉറവുകളിൽ നിന്ന് വെള്ളം കോരും. അന്നാളിൽ നിങ്ങൾ പറയുന്നത്, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പിൻ, ജാതികളിടയിൽ അവൻ്റെ പ്രവൃത്തികളെ അറിയിപ്പിൻ, അവൻ്റെ നാമം ഉന്നതമായിരിക്കുന്നെന്ന് പ്രസ്താവിപ്പിൻ, യഹോവയ്ക്ക് കീർത്തനം ചെയ്യുവിൻ, അവൻ ശ്രേഷ്ഠമായത് ചെയ്തിരിക്കുന്നു, ഇത് ഭൂമിയിൽ എല്ലായിടത്തും പ്രസിദ്ധമായി വരട്ടെ. സിയോൻ നിവാസികളെ, ഇസ്രായേലിന്റെ പരിശുദ്ധ നിങ്ങൾക്ക് മധ്യേ വലിയവനായിരിക്കാൻ ഘോഷിച്ചുല്ലസിപ്പിൻ. ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ, കർത്താവിൻ്റെ സഭയിലുള്ള ദൈവത്തിൻ്റെ, കാരണം കർത്താവിൻ്റെ സഭ മാത്രമാണ് ദൈവത്തെ ആരാധിക്കാൻ യോഗ്യതയുള്ളവർ. അതിനായി ദൈവം വിളിച്ചു വേർതിരിച്ചത്. ബാക്കിയുള്ളവരെ ഭൂമി കിടന്ന് ഒച്ച ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അവരാരും ദൈവത്തെ ആരാധിക്കുകയോ ബഹുമാനിക്കുകയോ സ്തുതിക്കുകയോ ചെയ്യുന്നില്ല. ആ ദൈവം അത് അംഗീകരിക്കുന്നുമില്ല. തൻ്റെ സഭയിലാണ് ദൈവം മഹത്വപ്പെടുന്നത്. സുവിശേഷം കേട്ട് സുവിശേഷം അനുസരിച്ച് കർത്താവ് യേശുവിനെ രക്ഷകനായ ഹൃദയത്തിൽ സ്വീകരിച്ച് കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് സ്നാനമേറ്റ് പരിശുദ്ധാത്മാവ് പ്രാപിച്ച ദൈവമക്കൾ, സഭയിലേക്ക് കൂട്ടിച്ചേർത്ത ദൈവമക്കളാണ് സൃഷ്ടാവായ ദൈവത്തെ, രക്ഷകനായ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് ബഹുമാനിക്കേണ്ടത്. അതിനാണ് അവരെ വിളിച്ച് വേർതിരിച്ചത്, വീണ്ടെടുത്തത്. ഭൂമിയിൽ മറ്റു ആരും കർത്താവിൻ്റെ സഭയ്ക്ക് പുറത്തുള്ള എത്രമാത്രം കിടന്ന് ബഹളമുണ്ടാക്കിയാലും അവർക്കാർക്കും ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കാനുള്ള അവകാശമില്ല, അർഹതയില്ല, യോഗ്യതയില്ല. മനുഷ്യരുടെ നടുവിൽ വലിയ പാട്ടൊക്കെ പാടി ബഹളമുണ്ടാക്കാം. അല്ല, ദൈവം മുമ്പിൽ സ്വീകരിക്കപ്പെടില്ല. ദൈവം സ്വീകരിക്കുന്നതിൻ്റെ മണവാട്ടിയായ സഭയാണ്. അവരുടെ ഗാനമാണ്, അവരുടെ കീർത്തനമാണ്. ഒരു ദൈവമക്കൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു അധ്യായം, പഠിച്ചിരിക്കേണ്ട ഒരു അധ്യായമാണ് യെശയ്യാ 12. ദൈവത്തെ സ്തുതിച്ച് പാടി ആരാധിക്കുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്? ഇത് ഇമ്മാനുവേലിന് വേണ്ടിയുള്ള സ്തുതിഗീതമാണ്. ഇവിടെ യെശയ്യാവ് പ്രവചനത്തിൽ വ്യക്തമായി അവതരിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം നൽകുന്നതിനെക്കുറിച്ചാണ്. അതിൻ്റെ കാരണമാണ്. എന്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കണം, എന്തുകൊണ്ട് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കണം, എന്തുകൊണ്ട് ദൈവത്തിന് നന്ദി അർപ്പിക്കണം. നമ്മൾ ഇതിനു മുമ്പ് 6-ാം അധ്യായത്തിൽ കണ്ടു. 6-ാം അധ്യായത്തിൽ കണ്ടതുപോലെ തന്നെയാണ് ഇവിടെ 12-ാം അധ്യായം. 6ഉം 12ഉം അധ്യായങ്ങൾ. 6 ഒരു അവതാരികയാണെങ്കിൽ 12-ാം അധ്യായം ഉപസംഹാരമായിട്ടാണെന്ന് പറയാം. ഇവിടെ ആവർത്തിച്ച് കാണുന്നൊരു വാക്കുമുണ്ട്, അന്നാൾ. ഇത് നേരത്തെ പറഞ്ഞൊരു നാളുണ്ട്.
അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ നാൾ. അതായത് 2:20-ലും 3:18-ലും 4:1-ലും 7:18 പറയുന്ന നാളെന്ന് പറഞ്ഞാൽ ഭയത്തിൻ്റെ ഭീതിയുടെ നാളാണ്. അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ നാൾ, വീണ്ടെടുക്കപ്പെട്ട നാൾ, കർത്താവിലേക്ക് കടന്നു വന്ന നാൾ. 4-2, 10:20, 11:10 പറയുന്ന നാള് ആനന്ദത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സ്തോത്രത്തിൻ്റെയും നാളാണ്. ആദ്യത്തെ നാളിൽ നിന്ന് വ്യത്യസ്തമാണ്. എന്തുകൊണ്ടാണ് ദൈവത്തെ സ്തോത്രം ചെയ്യാൻ കാരണമായത്? 1-ാം വാക്യം പറയുന്നു, യഹോവേ, നീ എന്നോട് കോപിച്ച് നിന്റെ കോപം മാറി നീ എന്നെ ആശ്വസിപ്പിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. ദൈവത്തിന് മനുഷ്യരോടുള്ള കോപം മാറി, ദൈവത്തിന് ആ വലിയ കോപം മാറി, ആ കോപം ശമിച്ചു. ഒരുപക്ഷെ കർത്താവ് യേശു ക്രൂസിൻ്റെ യാഗത്താൽ അത് ശമിപ്പിച്ചു. അതുകൊണ്ട് ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ദൈവത്തിൽ നിന്ന് പാപക്ഷമ പ്രാപിച്ച് വീണ്ടെടുപ്പ് പ്രാപിച്ച് പുത്രത്വം പ്രാപിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ച് സ്വാഭാവിക പ്രതികരണമാണ് താങ്ക് യു, ദൈവമേ നന്ദി. അങ്ങനെ സംഭവിച്ചിട്ടുള്ളവർ ആരും നിർബന്ധിക്കാതെ, കറണ്ട് ഓഫായാലും കറണ്ട് ഉണ്ടെങ്കിലും ആര് കൂടെ ഉണ്ടായാലും ഇല്ലെങ്കിലും സ്വാഭാവികമായി അവർ പ്രതികരിക്കും, ദൈവമേ നന്ദി, എന്നെ വീണ്ടെടുത്തതിന് നന്ദി, എന്നോട് ക്ഷമിച്ചതിന് നന്ദി, എന്നോടുള്ള കോപം മാറുവാൻ ദൈവമേ നിൻ്റെ പുത്രനായ ക്രിസ്തുവിലൂടെ ആ യാഗത്തിലൂടെ ഇടവന്നതിനായി നന്ദി. അതെപ്പോഴും ഓർക്കണം. ഈ ദൈവത്തെ ആരാധിക്കുക, ബഹുമാനിക്കുക എന്ന് പറയുന്നത് പുറത്ത് ഇങ്ങനെ നിർബന്ധിച്ച് ചെയ്യിക്കേണ്ട കാര്യമല്ല. അതിനൊരു കാരണം വേണം. എന്നിട്ട് അവിടെ പറയും, താഴോട്ട് വരുമ്പോൾ ഇതാ 2-ാം വാക്യം, ഇതാ ദൈവം എൻ്റെ രക്ഷ, യഹോവയായ യാഹ് എൻ്റെ ബലവും എൻ്റെ ഗീതവുമായിരിക്കൊണ്ടും അവൻ എൻ്റെ രക്ഷയായി തീർന്നിരിക്കുന്നുകൊണ്ടും ഞാൻ ഭയപ്പെടാതെ ആശ്രയിക്കും. ദൈവത്തെ സ്തുതിക്കാനുള്ള മറ്റൊരു കാരണം പറയുകയാണ്, യഹോവ എൻ്റെ രക്ഷ. ഇപ്പോൾ പ്രവാചകൻ തുടർന്ന് പറയുകയാണ്, യഹോവ എൻ്റെ ബലമാണ്, യഹോവ എനിക്ക് രക്ഷ നൽകിത്തരിക മാത്രമല്ല, യഹോവയാണ് എൻ്റെ രക്ഷ. ദൈവം എൻ്റെ രക്ഷ, ദൈവം എനിക്ക് രക്ഷ തന്നു എന്ന് പറയുന്നതല്ല, ദൈവം എൻ്റെ രക്ഷയാണ്. യാഹിൻ്റെ ബലമാണ്, യഹോവൻ്റെ രക്ഷ. യാഹ് എന്ന് പറഞ്ഞാൽ യഹോവ, അതിൽ ചുരുക്കവാക്കാണ്. ദൈവം എൻ്റെ രക്ഷയാണ്, ദൈവം എൻ്റെ ബലമാണ്. ആ രക്ഷയും ബലം എന്ന വാക്ക് ആവർത്തിച്ച് ഇവിടെ 3 കാര്യങ്ങളാണ് അവർ പറയുന്നത്. 3 കാര്യങ്ങളാണ് രക്ഷിക്കപ്പെട്ടവരുടെ സ്വഭാവം. 1, ദൈവത്തിൽ ആശ്രയിക്കുന്നു. 2, അവർ ഭയപ്പെടുന്നില്ല. 3, അവർ ദൈവത്തിനായി പാടുന്നു. 3 കാര്യങ്ങൾ രക്ഷിക്കപ്പെട്ടവരുടെ പ്രതികരണമായിട്ട് ഇവിടെ കാണാം. അവൻ എൻ്റെ രക്ഷയായി തീർന്നിരിക്കുന്നതുകൊണ്ട് ഞാൻ ഭയപ്പെടാതെ ആശ്രയിക്കും. അവൻ എൻ്റെ ബലവും എൻ്റെ ഗീതവുമായിരിക്കുന്നു. ഇതൊക്കെ വീണ്ടെടുക്കപ്പെട്ടവരുടെ മാത്രം സ്വഭാവമാണ്. വീണ്ടെടുക്കപ്പെട്ടവന് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കേണ്ടതാണ്. അതുകൊണ്ട് 3-ാമത്തെ വാക്യത്തിൽ മനോഹരമായ മറ്റൊരു ആലങ്കാരിക അവസരം അവതരിപ്പിക്കും. 3-ാം വാക്യം, അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ രക്ഷയുടെ ഉറവുകളിൽ നിന്ന് വെള്ളം കോരും. അതുകൊണ്ട് ഈ അനുഭവം, ദൈവം എൻ്റെ ബലവും ദൈവം എൻ്റെ ഗീതവും ദൈവം എൻ്റെ രക്ഷയും എൻ്റെ ഭയം എടുത്തു കളഞ്ഞവനും എനിക്ക് പ്രതീക്ഷയും പ്രത്യാശയും തന്നവനും എല്ലാം ആയതുകൊണ്ട്, അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ രക്ഷയുടെ ഉറവുകളിൽ നിന്ന് വെള്ളം കോരും. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ഉപമയാണ്. വെള്ളം, ജലമെന്ന് പറയുന്നത് രക്ഷയ്ക്ക് വേണ്ടി നൽകി തന്നിരിക്കുന്ന മനോഹരമായൊരു രൂപകമാണ്, ഒരു ചിത്രമാണ് വെള്ളം എന്നുള്ളത്. കാരണം അന്നത്തെ കാലത്ത് പാലസ്തീനെ പോലെ ഉഷ്ണം നിറഞ്ഞ ഈർപ്പമില്ലാത്ത വരണ്ടുടങ്ങിയ ദേശത്ത് ജീവിക്കുന്നവരെ സംബന്ധിച്ച് വെള്ളം വളരെ വിലയുള്ളതാണ്, വളരെ മൂല്യമുള്ളതാണ്, വളരെ പ്രാധാന്യമുള്ളതാണ്. അതവർ നന്നായി അറിയാം, അവർക്ക് വെള്ളത്തിൻ്റെ പ്രാധാന്യം. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കർത്താവ് യേശു ക്രിസ്തു യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അതിൻ്റെ 7-ാം അധ്യായത്തിൽ ഒരു വിഷയം അവതരിപ്പിക്കും. ആ വിഷയം മറ്റൊന്നുമല്ല, അവിടെ കൂടാര പെരുന്നാളിൻ്റെ ദിവസം, ഉത്സവത്തിൻ്റെ ഒടുക്കത്തെ നാൾ. ആ ഒടുക്കത്തെ നാളിൽ അവിടെ ഒരു ചടങ്ങുണ്ട്. ഒരു വലിയ സംഘം ഇങ്ങനെ യാത്ര ചെയ്യും. ഇവിടെ കയ്യിൽ സ്വർണം കൊണ്ടുണ്ടാക്കിയൊരു പാത്രം കാണും. ഈ പാത്രവുമായിട്ട് സീലോഹാം കുളത്തിലേക്കാണ് അവർ നീങ്ങുന്നത്. ആ സീലോഹാം കുളത്തിലേക്ക് നീങ്ങുമ്പോൾ ആ സീലോഹാം കുളത്തിൽ നിന്ന് അവർ ഈ സ്വർണ്ണപാത്രത്തിൽ വെള്ളം കോരും. സ്വർണ്ണപാത്രത്തിൽ വെള്ളം കോരിയിട്ട് അവർ തിരിച്ചു വരുന്ന വഴിക്കും അങ്ങോട്ട് പോകുന്ന വഴിക്കും അവർ ഏറ്റുപറയുന്ന ഒരു മന്ത്രം പോലെ ഉരുവിടുന്ന വാക്യമാണ് ഈ യെശയ്യാവിൻ്റെ 12:3. സന്തോഷത്തോടെ രക്ഷയുടെ ഉറവുകളിൽ നിന്ന് വെള്ളം കോരും എന്ന് പറയുന്ന വാക്ക്. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ അത് കർത്താവ് യേശു ഈ സംഭവം നടക്കുന്ന പശ്ചാത്തലത്തിൽ യേശു ഒരുപക്ഷെ പടിയുടെ മുകളിൽ കയറി നിന്നുകൊണ്ട്
കർത്താവ് യേശുക്രിസ്തു വളരെ ശക്തമായ ശബ്ദത്തിൽ തന്നെ അവരോട് വിളിച്ചു പറഞ്ഞു. ഞാൻ വായിച്ചു കേൾപ്പിക്കാം യോഹന്നാൻ 7:37 മുതൽ. ഉത്സവത്തിൻ്റെ മഹാദിനമായി ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, അപ്പോൾ വളരെ ഒരു അല്പം ഉയർന്ന് ഒരു പീഠത്തിൽ കയറി നിന്നുകൊണ്ടാകാം, സ്റ്റെപ്പിൽ നിന്നുകൊണ്ടാകാം, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിൽ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. അവൻ അത് തന്നിൽ വിശ്വസിക്കുന്ന ലഭിപ്പാനെന്ന ആത്മാവിനെ കുറിച്ചാണ് പറഞ്ഞത്. കർത്താവ് യേശു വളരെ വ്യക്തമായിട്ട് ആ ഒരു രംഗത്തിൽ രക്ഷയുടെ ആ വലിയ ഉത്തരം കൊടുത്തു. നിങ്ങളിത് ആലങ്കാരികമായി ചടങ്ങ് നടക്കുമ്പോൾ ഇത് കർത്താവ് യേശു ക്രിസ്തുവിലൂടെ നൽകപ്പെടുന്ന രക്ഷയുടെ ചിത്രമാണ്. അതാണ് യെശയ്യാവ് പറഞ്ഞത്, നിങ്ങൾ സന്തോഷത്തോടെ രക്ഷയുടെ ഉറവുകളിൽ നിന്ന് വെള്ളം കോരും. നിങ്ങളിപ്പോൾ ഈ കുളത്തിൽ നിന്ന് വെള്ളം കോരും, പക്ഷെ നിങ്ങളുടെയൊക്കെ രക്ഷ തരുന്ന ഉറവ ഞാനാണ്. എന്നിൽ നിന്നാണ് നിങ്ങളുടെ രക്ഷയുടെ വെള്ളം കുടിക്കേണ്ടത്. അത് കർത്താവ് വ്യക്തമായി പറഞ്ഞു. എന്നിട്ടിവിടെ 4-ാം വാക്യം 12 യെശയ്യാവ്, യഹോവയ്ക്ക് സ്തോത്രം ചെയ്തു. ഇതൊക്കെയാണ് ദൈവത്തെ സ്തുതിക്കാനും സ്തോത്രം ചെയ്യാൻ കാരണം. ചുമ്മാ കണ്ണടച്ചിരുന്ന് കുറേ ബഹളമുണ്ടാക്കിക്കൊണ്ട് ചാട്ടം ചാടി, അത് പൈശാചികമാണത്, ദൈവീകമല്ല. അത് ദൈവത്തെ സ്തുതിക്കാൻ ദൈവത്തിൻ്റെ മക്കൾക്ക് മാത്രമാണ് യോഗ്യത. അത് പറയേണ്ട അന്തരീക്ഷമാണ് ഇന്ന്. അതുകൊണ്ടാണ് ആവർത്തിച്ച് പറയുന്നത്. ദൈവത്തിൻ്റെ മക്കൾ പക്ഷേ വാതുറക്കുന്നില്ല. എത്ര പ്രാവശ്യം വഴക്ക് പറഞ്ഞാലും വാതുറന്ന് പാടുന്നില്ലെങ്കിൽ സങ്കടത്തോടെ പറയാം, തീർച്ചയായിട്ടും രക്ഷയുടെ അനുഭവം ഇല്ലാത്തവരാണ്. കർത്താവ് യേശുക്രിസ്തുവിലൂടെ രക്ഷയുടെ അനുഭവം മറന്നുപോയവരാണ്. ഹൃദയത്തെ ദൈവത്തോട് നന്ദിയില്ലാത്തത് കൊണ്ടാണ്. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പീൻ, ജാതികളിൽ അവൻ്റെ പ്രവൃത്തികളെ അറിയിപ്പീൻ, അവൻ്റെ നാമം ഉന്നതമായിരിക്കുന്നെന്ന് പ്രസ്താവിപ്പീൻ. ഇതാണ് 4-ാം വാക്യം. ഇതാണ് ദൈവമക്കൾ ചെയ്യേണ്ടത്. ശക്തമായ വാക്കാണിത്. അത് 105-ാം സങ്കീർത്തനത്തിൻ്റെ ആരംഭവാക്യം നമ്മൾ നോക്കിയാൽ ഇതേ സങ്കീർത്തനത്തിൻ്റെ ആരംഭവാക്യത്തിൽ ഇതേ കാര്യം ആവർത്തിക്കുന്നതാണ്. 105-ാം സങ്കീർത്തനം 105-ാം സങ്കീർത്തനത്തിൻ്റെ ആരംഭവാക്യം, ആ സങ്കീർത്തനം മുഴുവൻ സമയമുള്ളപ്പോൾ ഒന്ന് വായിച്ചു നോക്കണം. 105-ാം സങ്കീർത്തനത്തിൻ്റെ ആരംഭവാക്യത്തിൽ മുതൽ ആ 1-2 വാക്യങ്ങൾ മാത്രം വായിക്കാൻ നമ്മുടെ സമയപരിമിതി കാരണം, നിങ്ങളുടെ കയ്യിൽ ബൈബിളുണ്ട്, കാണാൻ കാഴ്ചയുണ്ട്, വായിക്കാവുന്നേ ഉള്ളൂ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, തൻ നാമത്തെ വിളിച്ചപേക്ഷിപ്പിൻ, അവൻ്റെ പ്രവൃത്തികളെ ജാതികളുടെ ഇടയിൽ അറിയിപ്പിൻ, അവന് പാടുവിൻ, അവന് കീർത്തനം പാടുവിൻ, അവൻ്റെ സകല അത്ഭുതങ്ങളെക്കുറിച്ച് സംസാരിപ്പിൻ, വിശുദ്ധ നാമത്തിൽ പ്രശംസിപ്പിൻ. യഹോവയെ അന്വേഷിക്കുന്ന ഹൃദയം സന്തോഷിക്കട്ടെ, യഹോവയെ അവൻ്റെ ബലത്തെയും തിരവിൻ, അവൻ്റെ മുഖത്ത് ഇടപെടാതെ അന്വേഷിപ്പിൻ എന്ന് പറഞ്ഞുകൊണ്ട് 105-ാം സങ്കീർത്തനം. ഇവിടെയും 4-ാം വാക്യം യെശയ്യാ 12, എത്ര ശക്തമായ വാക്യം. 4 ക്രിയകൾ അവിടെ കാണും. സ്തോത്രം ചെയ്യുവിൻ, നാമത്തെ വിളിച്ചപേക്ഷിപ്പിൻ, അവൻ്റെ പ്രവൃത്തികളെ അറിയിപ്പിൻ, അവനെക്കുറിച്ച് പ്രസ്താവിപ്പിൻ. നാം ചെയ്യുന്നവരാണോ ഇതൊക്കെ? വീണ്ടും ചോദ്യം നമ്മുടെ രക്ഷയുടെ ചോദ്യം, രക്ഷിക്കുമ്പോൾ ചോദ്യചിഹ്നമാണ്. രക്ഷിക്കപ്പെട്ടെങ്കിൽ സ്വാഭാവികമായി ചെയ്യണം, ദൈവനാമത്തെ ഉയർത്തണം. കർത്താവിൻ്റെ സഭയുടെ സുപ്രധാനമായ ദൗത്യം ഇതാണ്. ഇതിനായി ജനങ്ങളെ ഒരുക്കണം, ജനങ്ങളതിനെ സഹായിക്കണം. അത് വളരെ പ്രധാനമാണ്. ഇതിൽ കഴിയുന്നവനാണ് കർത്താവിൻ്റെ സഭയിൽ ഉണ്ടായിരിക്കേണ്ടത്. ഗാനശുശ്രൂഷ നടത്തുന്നവർക്ക് ഇത് ബോധമുണ്ടായിരിക്കണം. എന്താ കർത്താവിനിക്ക് വേണ്ടി ചെയ്തത്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവൻ്റെ നാമത്തെ എത്ര ഉന്നതമായ നാമമാണത്. എന്നിട്ട് 5-ാം വാക്യം, നമുക്ക് സമയമുണ്ടെങ്കിൽ 5-ാം വാക്യം പെട്ടെന്ന് വരാം. യഹോവയ്ക്ക് വീണ്ടും 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 പറയും, യഹോവയെ കീർത്തനം ചെയ്യുവിൻ, അവൻ ശ്രേഷ്ഠമായത് ചെയ്തിരിക്കുന്നു, ഇത് ഭൂമിയിൽ എല്ലായിടത്തും പ്രസിദ്ധമായി വരട്ടെ. വേറെ ആര് പറയും അവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിക്കും? അവൻ്റെ ജനമല്ലാതെ, ആത്മീയമായ ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളല്ലാതെ പിന്നെ എന്താ ഈ വാതുറക്കാത്തത്? യഹോവയ്ക്ക് കീർത്തനം ചെയ്യുക, അവൻ ശ്രേഷ്ഠമായി ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നതിൻ്റെ അർത്ഥം ദൈവം ഒന്നും ചെയ്തിട്ടില്ലെന്നാണ്. അത് നന്ദികേടല്ലേ? 6-ാം വാക്യം വീണ്ടും വായിക്കും. സിയോൻ നിവാസികളെ, ഇസ്രായേലിന്റെ പരിശുദ്ധ നിങ്ങളുടെ മധ്യേ വലിയവനായിരിക്കാൻ ഘോഷിച്ചുല്ലസിപ്പിൻ. വെറുതെ ഇരിക്കരുത്, പതുക്കെയല്ല. You should cry aloud and shout for joy. For great in your midst is the Holy One of Israel. നിങ്ങളുടെ നടുവിലുള്ളത് സാധാരണ ഒരാളല്ല. ആ വ്യക്തി വരുമ്പോൾ രാജകീയ ഒരു ഘോഷമുണ്ടല്ലോ. അവിടെ ഒരു വാദ്യങ്ങളും ഉപകരണങ്ങളും പിയാനോ ഗിറ്റാറും ഒന്നുമല്ല സംസാരിക്കേണ്ടത്. ദൈവ പൈതലെ നീ സംസാരിക്കേ.
നീ വാ തുറക്ക്. ഇസ്രായേലിൻ്റെ പരിശുദ്ധം നിങ്ങളുടെ നടുവിലുണ്ട്. ഇസ്രായേലിൻ്റെ ദൈവം വ്യക്തമായിട്ട് പറയും. ഒന്നാം തീയതിയുടെ 4-ാം വാക്യത്തിലും 5-ാം തീയതിയുടെ 24-ാം വാക്യത്തിൽ ദൈവം അപമാനിക്കപ്പെട്ട അവസ്ഥ നമ്മൾ കണ്ടു. ഇവിടെ ആരാധനകളും ഹോമയാഗങ്ങളും എല്ലാം 1-ാം അധ്യായത്തിൽ കണ്ടു. ദേഹം മുറിവും ചതവും പഴുപ്പും നിറഞ്ഞ മനുഷ്യരെക്കുറിച്ച്. കാളതിൻ്റെ ഉടയവനെ അറിയുന്നു, കഴുതൻ്റെ യജമാൻ്റെ പുൽത്തൊട്ട് അറിയുന്നു, നിങ്ങളോ എന്നോട് തിരിഞ്ഞു നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ദൈവത്തെ അപമാനിച്ചതിന് ഇപ്പോൾ ഇതാ ദൈവരെ അവരുടെ കോപമൊക്കെ ക്ഷമിച്ച് അവരെ വീണ്ടെടുത്ത് കഴിയുമ്പോൾ ദൈവം അവരെക്കുറിച്ച് പറഞ്ഞു, നിങ്ങൾ എന്നെ സ്തുതിക്കണം. അതിനാണ് നിങ്ങളെ വീണ്ടെടുത്തത്, അതിനാണ് നിങ്ങളെ രക്ഷിച്ചത്. ഇത് കർത്താവിൻ്റെ സഭ മറന്നുപോയിരിക്കുന്ന അധ്യായമാണ് യെശയ്യാ 12. 5 കാര്യങ്ങൾ ചെയ്തു, പക്ഷെ ദൈവത്തെ സ്തുതിച്ചില്ല, ആരാധിച്ചില്ല, ഘോഷിച്ചില്ല, കീർത്തിച്ചില്ല, വന്ദിച്ചില്ല. ജീവനുള്ള ദൈവം നമ്മുടെ ജീവിതത്തോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നവനാണ്. പുറജാതികൾ വിഗ്രഹാരാധന ഉണ്ടാക്കി മനുഷ്യരെ വഞ്ചിക്കുന്ന പോലെ ആകരുത്. മനുഷ്യകുലത്തോട് ഇടപെടുന്നവനാണ്, നമ്മുടെ നടുവിലുള്ളവനാണ്. അതാണ് സിയോ നിവാസികളെ, ഇസ്രായേലിന്റെ പരിശുദ്ധ നിങ്ങളുടെ മധ്യേ വലിയവനായിരിക്കുക. നമ്മുടെ നടുവിലുള്ളവനാണ്. ആ വലിപ്പം നമ്മൾ തിരിച്ചറിയണം, മഹത്വപ്പെടുത്തണം. അപ്പോൾ ഇവിടെ 4 തരത്തിലുള്ള പ്രതികരണം യെശയ്യാവിലൂടെ ദൈവം നമ്മൾ പറയുകയാണ്. വീണ്ടെടുക്കപ്പെട്ടവരോട്, ദൈവത്തിൻ്റെ കർത്താവിൻ്റെ സഭയോട്. ഒന്ന്, എന്നും കർത്താവിനോട് നന്ദിയുള്ളവനായിരിക്കണം. കർത്താവ് തന്ന രക്ഷയ്ക്ക്, പാപമോചനത്തിന് നന്ദിയുള്ളവരായിരിക്കണം. എത്ര വില കൊടുത്താലും വാങ്ങാൻ കഴിയാത്തൊരു അനുഗ്രഹമാണ്. 2, കർത്താവിൽ വിശ്വസിക്കുക, ആശ്രയിക്കുക. 3, അവനിൽ സന്തോഷിക്കുക, റിജോയ്സിന്. 4, അവൻ്റെ വീര്യപ്രവർത്തികളെ ഘോഷിക്കുക. ഇതാണ് ഇവിടെ പറയുന്നത്. ഈ അധ്യായത്തിൻ്റെ ഉപസംഹാരം രക്തചുരുക്കം പറഞ്ഞാൽ, പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം, ദൈവത്തിൽ സന്തോഷിക്കുക. അപ്പോൾ ഇവിടെ ഒരു ശേഷിപ്പ് മടങ്ങി വരുന്നു. ആ ശേഷിപ്പ് സന്തോഷം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ആ ശേഷിപ്പ് സ്തോത്രവും കീർത്തനവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അവിടെ അവർ ഹൃദയം തുറന്ന് ദൈവത്തോട് നിലവിളിക്കുകയാണ്. അവർ ആ വീണ്ടെടുപ്പിനായി, ദൈവം മടക്കി വരുത്തിയതിനായി, ദൈവത്തിൻ്റെ കോപം മാറ്റിയതിനായി, ദൈവം നമ്മളെ അംഗീകരിച്ചതിനായി, നമ്മളെ സ്നേഹിക്കുന്നത്. 3 കാര്യങ്ങളിലൂടെ പറഞ്ഞാൽ, 1, അവർ ദൈവത്തെ നന്ദി കരയറ്റി സ്തുതിക്കാനുള്ള കാരണം എന്താണ്? നമ്മോട് ആരോടും ചോദിച്ചാൽ, ഓ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്തിനു വേണ്ടിയാണ് സഹോദര സഹോദരി താങ്കൾ പ്രൈസ് ചെയ്തത്? എന്താ കാരണം? കാണാതെ പഠിച്ച വാക്കുകളാകരുത്. ദൈവത്തിന് നന്ദി കരയേറ്റുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ എന്തുകൊണ്ട്, എന്തിന്, ദൈവം ആരാണ്, എങ്ങനെയുള്ളവനാണ് എന്ന് ബോധ്യം കൊണ്ടാണ്. 3 കാര്യങ്ങൾ ഓർക്കണം. അവൻ നമ്മുടെ രക്ഷയാണ്. ഇവിടെ അസീറിയയുടെ മധ്യത്തിൽ നിന്ന്, ബാബിലോണിന്റെ മധ്യത്തിൽ ഇവരെ വിടുവിച്ചുകൊണ്ടുവന്നു. അവിടെ നാശമെല്ലാം മാറ്റി പ്രതീക്ഷ തന്നു, പ്രത്യാശ തന്നു. ശേഷിപ്പിനെ ദൈവം അവശേഷിപ്പിച്ചു. അപ്പോൾ ദൈവം അവിടെ വ്യക്തമായി, ഇത് നിങ്ങൾ ഓർക്കണം. ഇവിടെ കോപം മാറി, ഇവിടെ നാശമെല്ലാം നശിക്കേണ്ട നമ്മുടെ ജീവിതത്തെ ദൈവം രക്ഷിച്ചു. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തെ നന്ദി കരയറ്റണം. അത് വളരെ പ്രധാനമാണ്. എത്ര വലിയ വിനാശമാണ് വരാണ്ടിയിരുന്നത്, നമുക്ക് സ്വർഗീയമായ പ്രത്യാശ തന്നു. ഭൂമിയിൽ നമ്മൾ അറിവില്ലാത്തവരാകും, പക്ഷെ സ്വർഗത്തിൽ എനിക്കൊരു ഭവനമുണ്ട്, എൻ്റെ പിതാവ് ദൈവം ഇവിടെ എനിക്കായി കാത്തിരിക്കുന്നു. അത് വളരെ പ്രധാനമായിട്ട് കാണിച്ചിരിക്കുകയാണ്. നമുക്ക് പുതിയ നിയമത്തിൽ തീത്തോസിൻ്റെ പുസ്തകത്തിൽ നിന്നറിയാം, പിതാവായ ദൈവം കർത്താവ് യേശുക്രിസ്തു നമുക്ക് രക്ഷകനായിട്ടുണ്ട്, നമ്മളെ രക്ഷിക്കുന്നവരായിട്ടുണ്ട്. ഒരുമിച്ച് നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുക്കളാണ്. പിതാവിൻ്റെ കയ്യിലും പുത്രൻ്റെ കൈകളിലുമാണ് നമ്മൾ. അപ്പോൾ 1, അവൻ നമ്മെ രക്ഷിച്ചത് കൊണ്ട് സ്തുതിക്കണം. 2, അവൻ നമ്മുടെ ബലമാണ്. വെറും നമ്മളെ രക്ഷിക്കുക മാത്രമല്ല, അവനാണ് നമ്മുടെ ബലം, അവനാണ് നമ്മുടെ രക്ഷ. അത് വ്യക്തിപരമാണ്. അവനാണ് നമ്മുടെ 3-ാം വാക്യം. അതുകൊണ്ടാണ് പറഞ്ഞത്, അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ. ഈ വാക്യ സമയം ഒന്നുകൂടെ വായിച്ചു നോക്കണം, ഈ അധ്യായം. അവൻ അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ രക്ഷയുടെ ഉറവുകളിൽ നിന്ന് വെള്ളം കോരണം. എന്നും ഓർക്കണം കിട്ടിയ രക്ഷ. ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ എത്തിച്ചതിനെക്കുറിച്ച് ഓർക്കണം. 3, അവൻ നമ്മുടെ ഗാനമാണ്. ഈസ് അവർ സോങ്. ദൈവം നമ്മളെ വെടിവെച്ച് നമ്മളെ നിലനിർത്തുന്ന ദൈവം എന്ന് നമ്മുടെ പാട്ടായിരിക്കണം. ദൈവമക്കൾക്ക് പാട്ടുണ്ടാകും, ഹൃദയത്തിൽ പാട്ടുണ്ടാകും. പണ്ട് മോശ പാടിയതുപോലെ വെളിപാട് പുസ്തകത്തിലെ പാട്ട് കാണും. അവിടെ സ്വർഗത്തിൽ യോഹന്നാൻ കണ്ട ദൈവമക്കൾ പാടുകയാണ്. ഇവിടെ കയ്യിൽ വീണയും ഗിറ്റാറും ഓർഗനൊന്നുമില്ല. ഹൃദയമെന്ന ഉപകരണമുണ്ട്. ഹൃദയം കൊണ്ട്, ഹൃദയത്തിലെ തന്ത്രികളാണ് അവർ മീട്ടിയത്. ഇത് പാടുകയാണ്. പാടാനാ പറഞ്ഞത്, ഇങ്ങനെ ഉപകരണം വലിച്ച് നീട്ടാനല്ല പറഞ്ഞത്. പാടുക എന്ന കൽപ്പന പാടാൻ മാത്രമുള്ളതാണ്. അത് വളരെ വ്യക്തമായിരിക്കണം. 5-ാം വാക്യം പറഞ്ഞതുപോലെ, യഹോവയ്ക്ക് കീർത്തനം ചെയ്യും,
കാരണം അവൻ ശ്രേഷ്ഠമായി ചെയ്തിരിക്കുന്നു. ഭൂമിയിൽ എല്ലായിടത്തും പ്രസിദ്ധമാകട്ടെ. അതാരും പറയും? ദൈവമക്കൾ. അപ്പോൾ കർത്താവിൻ്റെ ദൈവത്തിൻ്റെ രക്ഷയായി ലഭിച്ചവർ, ദൈവം ബലമായിട്ടുള്ളവർ, അവൻ്റെ കൃപ പ്രാപിച്ചവർ അവർ ഒരുമിച്ച് കൂടി വരുമ്പോൾ അവരുടെ പാട്ട്, പ്രാർത്ഥന, അവരുടെ സ്തോത്രം, സ്തുതി, ആരാധന, കീർത്തനം ലോകം കേൾക്കട്ടെ, ലോകം അറിയട്ടെ. അവരുടെ കീർത്തനം പകുതി മനസ്സോടെ നിർബന്ധിച്ച് കുറേ പ്രാവശ്യം വഴക്ക് പറഞ്ഞിട്ട് അല്പം ഇങ്ങനെ വാതുറന്നു. അടുത്തിരിക്കുന്ന ആൾക്കൊരു കേൾക്കാൻ മേല. പക്ഷെ 6-ാം വാക്യം എന്താ ഇവിടെ പറയുന്നത്? അവൻ വലിയവനായിരിക്കാൻ നിങ്ങളുടെ മധ്യേ ഘോഷിച്ചുല്ലസിപ്പ്. പകുതി ഹൃദയത്തോടെ, താല്പര്യമില്ലാതെ, മനസ്സില്ലാതെയല്ല. ക്രൈ അലൗഡ് ആൻഡ് ഷൗട്ട് ഫോർ ജോയ്. കാരണം നിങ്ങൾ നമ്മുടെ നടുവിലുള്ളത് ആരെന്നറിയാമെങ്കിൽ അപ്പോൾ നിങ്ങളത് സ്തുതിക്കുക. ഒന്ന് ഫ്രീ ആകട്ടെ, ഒന്ന് വിടുവിക്കട്ടെ, ആ ബന്ധനം ഒന്ന് അഴിയട്ടെ, ആ കട്ടിയൊന്ന് പോട്ടെ. അതാണ് ഈ ആവശ്യപ്പെടുന്നത്. ഇന്ന് നമുക്ക് ഏറ്റവും ആവശ്യമായിരിക്കും. നിങ്ങളെ സഹായിച്ച സമയം കഴിഞ്ഞുകൊണ്ട് മാത്രം പരിശീലിക്കുക. ആനന്ദം, ഒരു സ്വസ്ഥത, സമാധാനം, വീണ്ടെടുക്കപ്പെട്ടതിൻ്റെ സന്തോഷം എന്തെന്ന് മനസ്സിലാവും. രക്ഷയുടെ ഉറവുകളിൽ നിന്ന് വെള്ളം കരുത്തു. എൻ്റെ അടുക്കൽ വരികയും ദാഹിക്കുന്നതിൻ്റെ അടുക്കൽ വരികയും ജീവൻ്റെ ജലം ഞാൻ നിങ്ങൾക്ക് തരാം. ഇതിൽ വിശ്വസിക്കുന്ന ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവാഹമുണ്ടാകും. കെട്ടിക്കിടക്കുന്ന വെള്ളം പ്രവാഹമുണ്ടാകും, ഒഴുകുന്ന വെള്ളമുണ്ടാകും. ലോകം അറിയും അത് രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്. ദൈവങ്ങളെ സഹായിക്കും.